ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 3-ാം അധ്യായമായ അസത്യദർശനത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: ആത്മാനക്ഷീരവത്യാദി രൂപാന്തരമതോഖിലം വിവത്നർത്തമിന്ദ്രജാലേന വിദ്യതേ നിർമ്മിതം തയാ. അന്വയം: ആത്മാ ക്ഷീരവത്ത് രൂപാന്തരം ന യാതി, അതഃ അഖിലം യഥാ ഇന്ദ്രജാലേന നിർമ്മിതം വിവർത്തം തഥാ വിദ്യതേ. അർത്ഥം: ആത്മാവ് പാലിന് രൂപാന്തരം വരുന്നത് പോലെ രൂപാന്തരം പ്രാപിക്കുന്ന ഒന്നല്ല. കാണപ്പെടുന്ന സർവ്വതും ഇന്ദ്രജാലം പോലെ വിവർത്തമാണ്. 1-ാം അധ്യായം ആയ അധ്യാരോപ ദർശനത്തിൽ സൃഷ്ടിയെപ്പറ്റി പറയുന്നു. 2-ാം അധ്യായമായ അപവാദ ദർശനത്തിൽ സൃഷ്ടിയെപ്പറ്റി ഉള്ള വിശ്വാസം തെറ്റാണ്, സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. 3-ാമത്തെ അധ്യായമായ അസത്യദർശനം എന്ന ഈ അധ്യായം കൊണ്ട് പ്രപഞ്ചം എന്നത് ഉള്ള വസ്തുവേ അല്ല, ഇത് മിഥ്യാദർശനമാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 ശ്ലോകങ്ങളിൽ ഈ കാര്യം പല കാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയുണ്ടായി. ഇവിടെ മറ്റൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം ഒന്നുകൂടി സമർത്ഥിക്കുന്നു. പാലിന് തൈരായിട്ടും തൈരിന് മോരും വെണ്ണയുമായിട്ടും വെണ്ണയ്ക്ക് നെയ്യായിട്ടും രൂപാന്തരം വരുന്നത് പോലെ ആത്മാവിന് പലവിധ രൂപപരിണാമങ്ങളിലൂടെ രൂപാന്തരം വന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം ആയി മാറിയത് എന്ന് വിശ്വസിക്കരുത്. ആ വിശ്വാസം തെറ്റ് ആണ് എന്നാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. ആത്മാവിൽ നിന്നുള്ള പരിണാമം പല വിധത്തിൽ പറയപ്പെടുന്നുണ്ട്. അവയിൽ ഏറെ പ്രസിദ്ധമായ ഒന്നാണ് തൈത്തരീയോപനിഷത്തിൽ പറയുന്ന സിദ്ധാന്തം. ഇത് മുൻപൊരു സ്ഥലത്ത് ഉദ്ധരിച്ചതാണ്. എങ്കിലും ഗുരുദേവൻ പറഞ്ഞ പാലിൻ്റെ പരിണാമത്തിന് തുല്യമായതുകൊണ്ട് അത് ഒന്നുകൂടി പറയുന്നു. ആത്മന ആകാശസംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപ്പ, അദ്ഭ്യപൃഥ്വി, പൃഥ്വ്യാ ഓഷധയ, ഓഷധേഭ്യോ അന്ന, അന്നാത് പുരുഷ. അർത്ഥം: ആത്മാവിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും, ഭൂമിയിൽ നിന്ന് അന്നവും, അന്നത്തിൽ നിന്ന് പുരുഷനും അഥവാ ജീവനും ഉണ്ടായി. ഇത് പഞ്ഞിയിൽ നിന്ന് നൂലും നൂലിൽ നിന്ന് വസ്ത്രവും ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ പാലിൽ നിന്ന് തൈര് മുതലായവ ഉണ്ടാകുന്നത് പോലെ ഉള്ള ഒരു പരിണാമ സിദ്ധാന്തമാണ്. മറ്റ് പല ഉപനിഷത്തുകളിലും അധ്യാരോപമെന്ന നിലയിൽ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ചിലത് പറയാം. 1. ആപോ വാ ഇദമഗ്രേ സലിലം ആസീത്. അർത്ഥം: ആദിയിൽ ഇത് ജലമയമായിരുന്നു. 2. അസദ്വായുധമഗ്ര ആസീത്. ആദിയിൽ ഇത് ഒരു സത്തയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. 3. സദേവ സൗമ്യേ ഇതമഗ്ര ആസീത്. ആദിയിൽ കേവലം സത്ത മാത്രമായിരുന്നു. 4. ആകാശപരായണം. മൂലം ആകാശമാണ്. 5. തമോവായുധമഗ്ര ആസീദേകം.
ആദിയിൽ കേവലം അന്ധകാരം മാത്രമായിരുന്നു. 6. ആസീദിതം തമോഭൂതം അപ്രജ്ഞാതലക്ഷണം അപ്രതൃക്യമവിജ്ഞേയം പ്രസൂപ്തമിവ സർവദാ. ആദിയിൽ ഇതെല്ലാം തമസ്സിൽ വ്യാപ്തമായിരുന്നു. ഭേദാഭേദങ്ങൾ അറിയാൻ വയ്യാതിരുന്നു. അപ്രാപ്യവും അജ്ഞാതവും നിദ്രയിൽ ആണ്ടുപോയതുപോലെയുമായിരുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുനീശ്വരന്മാരുടെ ചിന്തകളിൽ ഉദിച്ച ചില അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. എന്നാൽ മൈത്രോപനിഷത്തിൽ ഈ അഭിപ്രായങ്ങൾക്ക് നേരെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. നാസദാസീന്നോ സദാസീത് തദാനീം നാസീത് ദ്രജോ നോ വ്യോമാവരോയത് കിമാവരീവ കുഹകസ്യ സർമാം കിമാസീത് ഗഗനം ഗംഭീരം. അർത്ഥം: അപ്പോൾ മൂലാരംഭത്തിൽ സത്ത് ഇല്ലായിരുന്നു, അസത്വം ഇല്ലായിരുന്നു, അന്തരീക്ഷവും ആകാശവും ഇല്ലായിരുന്നു. ആ അവസ്ഥയിൽ ആരുടെ മേൽ ആവരണമിട്ടു? എവിടെ? ആർക്കു വേണ്ടി? അഗാധവും ഗഹനവുമായ ജലവും എവിടെയായിരുന്നു? ലോകോൽപ്പത്തിയുടെ കഥ പറയുന്നവർക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാകുമോ? ആദിയിൽ ഇപ്രകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് പലവിധ പരിണാമങ്ങൾക്ക് ശേഷം ഇങ്ങനെ ആയതാണ് എന്ന് പറയേണ്ടി വരും. അപ്പോഴും പരിണാമ സിദ്ധാന്തമായി. വേറെയുമുണ്ട് സിദ്ധാന്തങ്ങൾ. പരമാത്മാവിൻ്റെ വിക്ഷേപം, ആവരണം എന്നീ ശക്തികളിൽ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നു. മുൻപ് പറയപ്പെട്ട പഞ്ചകോശങ്ങളും ദേഹത്രയങ്ങളുമെല്ലാം ഉണ്ടാക്കി ആത്മാവിനെ മറച്ചത് ഈ ആവരണ ശക്തിയാണ്. ആവരണം ചെയ്യപ്പെട്ട ആത്മാവിൻ്റെ സങ്കല്പത്താൽ വിക്ഷിപ്തമായ ദൃശ്യപ്രപഞ്ചം വിക്ഷേപശക്തിയുടെ പരിണിതഫലവും ആകാം. ഇത് മുമ്പ് പറയപ്പെട്ട പരയും അവരെയും ആണെന്ന് തോന്നുന്നു. വേറൊരു സിദ്ധാന്തം: ബ്രഹ്മത്തിൽ നിന്ന് സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളും അതിൻ്റെ ചേരുവയിൽ നിന്ന് പ്രകൃതിയും, പ്രകൃതിയിൽ നിന്ന് പഞ്ചഭൂതങ്ങളും അവയുടെ പഞ്ചീകരണത്തിൽ നിന്ന് പ്രപഞ്ചവും ഉണ്ടായി എന്നുള്ളതാണ്. പഞ്ചീകരണം എന്നാൽ എന്താണ് എന്ന് പറയാം. പഞ്ചമഹാഭൂതങ്ങളിൽ ഓരോന്നിനെയും രണ്ടായി വിഭജിച്ചിട്ട് അതിൽ ഒരു ഭാഗത്തെ വീണ്ടും 4ആയി വിഭജിക്കുക. ആ 4ൽ ഓരോ ഭാഗമെടുത്ത് മറ്റ് 4 ഭൂതങ്ങളോടും ചേർക്കുക. അതായത് ആകാശത്തെ 2ആയി വിഭജിച്ചാൽ അതിലൊരു ഭാഗം ആകാശം തന്നെയായിട്ട് നിൽക്കുന്നു. ബാക്കി ഒരു ഭാഗത്തെ 4ആയി വിഭജിച്ച് അതിലൊരു ഭാഗം വായുവിനും, ഒരു ഭാഗം അഗ്നിക്കും, ഒരു ഭാഗം ജലത്തിനും, ഒരു ഭാഗം ഭൂമിക്കും കൊടുത്തു. അതുപോലെ മറ്റു ഭൂതങ്ങളിലും പഞ്ചീകരണം നടക്കുമ്പോൾ ആകാശത്തിൻ്റെ ആകാശമായി നിൽക്കുന്ന പകുതി ഭാഗത്തോട് മറ്റു ഭൂതങ്ങളുടെ പകുതിയുടെ 4/1 വന്നു ചേരുകയും ചെയ്യും. അതായത് എല്ലാ മഹാഭൂതങ്ങളിലും മറ്റ് ഉള്ളവയുടെ 8ൽ1 ഭാഗം കലർന്നിട്ടുണ്ട്. ഇതും ഒരു തരം പരിണാമ സിദ്ധാന്തമാണ്. ആത്മാ ക്ഷീരവത് രൂപാന്തരം നയാതി എന്ന് പറയുകയാൽ വേദാന്ത ദൃഷ്ടിയിൽ മേൽ പറയപ്പെട്ട സിദ്ധാന്തങ്ങളൊന്നും ശരിയല്ല. സെമിറ്റിക് മതങ്ങൾക്ക് പരിണാമ സിദ്ധാന്തമില്ല. പക്ഷേ ലോകോൽപ്പത്തിയും ലോകാവസാനവുമുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ലോകമുണ്ട്. അത് അവരുടെ പക്ഷത്തിൽ മായയോ മിഥ്യയോ അല്ല. എന്നാൽ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്ന കഥകൾ യുക്തിക്ക് ചേരാത്തവ ആയതിനാൽ വിശ്വസിക്കാൻ പ്രയാസം. ഉദാഹരണത്തിന്, പലതും സൃഷ്ടിച്ച കൂട്ടത്തിൽ
വെളിച്ചത്തെ സൃഷ്ടിച്ചു. രാവും പകലും ഉണ്ടാക്കി. കുറെ കഴിഞ്ഞാണ് സൂര്യചന്ദ്രന്മാരുടെ സൃഷ്ടി നടക്കുന്നത്. 6 ദിവസം ദൈവം സൃഷ്ടിച്ച 7-ാം ദിവസം വിശ്രമിച്ചു. ആ വിശ്രമിച്ച ദിവസം പുണ്യ ദിവസമായ സാവത്താണ്. അത് ശനിയാഴ്ചയാണെന്ന് ജൂതന്മാരും ഞായറാഴ്ചയാണെന്ന് ക്രിസ്തീയരും തർക്കിക്കുന്നു. അതായത് ജൂതന്മാരുടെ അഭിപ്രായത്തിൽ ദൈവം ഞായറാഴ്ചയാണ് സൃഷ്ടി തുടങ്ങിയത്. ക്രിസ്തീയ പക്ഷത്തിൽ അത് തിങ്കളാഴ്ചയാണ്. ഞായർ എന്നാൽ സൂര്യനാണ്, തിങ്കൾ എന്നാൽ ചന്ദ്രനുമാണ്. ലോകത്ത് എല്ലായിടത്തും ഞായറാഴ്ച സൂര്യൻ്റെ പേരിലും തിങ്കളാഴ്ച ചന്ദ്രൻ്റെ പേരിലുമാണ് അറിയപ്പെടുന്നത്. സൂര്യചന്ദ്രന്മാരുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ അവരുടെ പേരിൽ ആഴ്ചകളുണ്ടായി? ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവയൊക്കെ വിട്ടുകളയാം. നരവംശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായമനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഭാഷയും ലിപിയുമെല്ലാം ഉണ്ടായത്. അതിനുശേഷമാണല്ലോ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലോകോൽപ്പത്തിയെ സംബന്ധിച്ച എല്ലാ വാദങ്ങളും അവ എഴുതി ചമച്ചവരുടെ സങ്കല്പ സൃഷ്ടിയാണ് എന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. യഥാർത്ഥത്തിൽ ഓരോരുത്തരും ജനിക്കുമ്പോൾ അവരുടെ ലോകം ജനിക്കുന്നു. അവരുടെ മരണത്തോടുകൂടി അവരുടെ ലോകവും അവസാനിക്കുന്നു. ഞാൻ ഈ ശരീരത്തോടുകൂടി ജനിച്ച് എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായതാണ് എൻ്റെ ഈ ലോകവും. മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇതിന് അസ്തിത്വമുള്ളൂ. ഞാൻ ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി എനിക്ക് ഇതെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനെ ഇന്ദ്രജാലം പോലെ വിവർത്തമാണെന്ന് പറഞ്ഞതിലേക്ക് കടക്കാം. ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന ജാലവിദ്യകൾ കാണുന്നവർക്ക് അത്ഭുതകരമായി തോന്നും. അതിൻ്റെ നിജാവസ്ഥ എന്താണ് എന്ന് കാഴ്ചക്കാർ അറിയുന്നില്ല. അത് ഇന്ദ്രജാലക്കാരന് മാത്രമേ അറിയൂ. അതിൻ്റെ യഥാർത്ഥ വസ്തുത അറിയുകയാണെങ്കിൽ അത് വെറും കബളിപ്പിക്കലായിരുന്നു എന്ന് തോന്നുകയും ചെയ്യും. സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് സത്യമായി അനുഭവമാണ് എന്ന് കരുതി സുഖദുഃഖാദി അനുഭവങ്ങൾ ഉണ്ടാവുകയും സന്തോഷിക്കുകയും കരയുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ജാലവിദ്യക്കാരൻ കാണിക്കുന്ന പ്രകടനങ്ങൾ സത്യമാണെന്ന് കരുതുന്നത് പോലെയാണ്. ഉണരുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട് വെറുതെ സങ്കടപ്പെട്ടു അല്ലെങ്കിൽ വെറുതെ ഭയപ്പെട്ടു എന്ന് തോന്നുന്നത് ഇന്ദ്രജാലത്തിൻ്റെ രഹസ്യമറിയുമ്പോഴുണ്ടാകുന്ന മനസ്ഥിതി പോലെ തന്നെയാണ്. സ്വപ്നകാലത്ത് മനസ്സുണ്ടാക്കിയ മിഥ്യാനുഭവങ്ങൾ കണ്ട് വികാരം കൊള്ളുന്നത് പോലെ തന്നെയാണ് ഉണർവിലും മനസ്സും ഇന്ദ്രിയങ്ങളും ഉണ്ടാക്കുന്ന കാഴ്ചകൾ കണ്ട് വികാരം കൊള്ളുന്നത്. രണ്ടും കയറിൽ സർപ്പം എന്ന വിവർത്ത രൂപം കണ്ട് ഭയപ്പെടുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ്. ഇതിൻ്റെ ആദിയും അന്തവും അന്വേഷിക്കുന്നത് നിരർത്ഥകമാണ്. ഇത് ഉള്ളതല്ല, ഇല്ലാത്ത വസ്തുവാണ്. ഇല്ലാത്ത വസ്തുവിനുണ്ടോ ഉത്ഭവവും പരിണാമവും? ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം.